നെയ്മർ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ പോയി ഇതും പോയി. ചൂടാണേ, തൊടരുത്. തൊടാനല്ലോ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സൺഡേ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ ഞായറാഴ്ചകളിൽ ഇവിടെ മക്കൾക്ക് മ്യൂസിക് ക്ലാസ്സിന് പോകണം, മൂത്ത ആൾക്ക് ട്യൂഷൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ. ഇന്ന് പക്ഷെ ആർക്കും എങ്ങും പോകണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ പതിവിലും താമസിച്ചാണ് എഴുന്നേറ്റിരിക്കുന്നത്. 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 6 മണി 6:30 ആയപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ ഫ്രഷ് ആയിട്ടാണ് അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ തലേന്നത്തെ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ്. കുറേ അധികം പാത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമാണല്ലോ. ഇട ദിവസങ്ങളിലൊന്നും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാറില്ല. സൺഡേയോ സാറ്റർഡേയോ ആ ദിവസങ്ങളിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് മാവ് കുഴയ്ക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് വേറെ പരീക്ഷണങ്ങളൊന്നും ഞാൻ ഇതുവരെ നടത്തി നോക്കിയിട്ടില്ല കേട്ടോ. ചപ്പാത്തിയിൽ നമ്മൾ മിക്കവാറും ആശീർവാദിന്റെ പൊടി തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇനി ആ മാവൊന്ന് കൈ കൊണ്ട് കുഴയ്ക്കാൻ പാകത്തിന് തണുക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കാവേ. ഈ ഒരു കലത്തിൽ നിറച്ചാണ് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത്. രാവിലെ തിളപ്പിച്ചാലും അത് തീരും. വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും തിളപ്പിക്കേണ്ടി വരാറുണ്ട്. ചെറിയ മക്കൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. അവര് അവിടെ പിടിച്ചു കിടത്തിയിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ക്ലാസ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. പക്ഷെ അവധിയുള്ള ദിവസങ്ങളിൽ വിളിച്ചില്ലെങ്കിലും രാവിലെ തന്നെ ചാടിയങ്ങ് എഴുന്നേൽക്കും. മോനാണെങ്കിൽ കുറച്ച് രാവിലെ എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ അവിടെ പിടിച്ച് കിടത്തിയതിൻ്റെ ഒരു കെറുവിലാണ് വന്നിരിക്കുന്നത്. അവനെ ഒന്ന് സോപ്പിട്ടിരുത്തിയതാണ്. അവന് വിശക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. ഞാനാണെങ്കിൽ ഉണ്ടാക്കി തുടങ്ങിയതുമില്ല. മോന് രാവിലെ ചൂടുവെള്ളം കൊടുക്കുകയാണ്. തിളച്ച വെള്ളവും പിന്നെ തണുത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴയ്ക്കാം. അതിനു മുമ്പ് ഇന്ന് കടലക്കറിയാണ് വെക്കുന്നത് ചപ്പാത്തിക്ക്. അമ്മ ഈ സമയം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കടല ഞാനൊന്ന് അരിച്ച് കുക്കറിലേക്ക് ഇടാൻ നോക്കുകയാണേ. തേങ്ങ ഒന്നും അരയ്ക്കാത്ത സിമ്പിളായിട്ടുള്ള കടലക്കറിയാണ് എപ്പോഴും വെക്കാറ് കേട്ടോ. അപ്പോൾ സവാള അരിഞ്ഞിട്ട് കടലയുടെ കൂടെ ഒന്നിച്ചിട്ട് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് ഞാൻ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ പോകുന്നത്. ആദ്യം വെള്ളം ഒഴിച്ചത് ഒന്ന് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. രാത്രി ആയാലും അത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കാറുണ്ട്, കട്ടിയൊന്നും ആവാറില്ല. ഈ സമയം അമ്മ കടല ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട്. ഈ പണിയൊക്കെ പറയുമ്പോൾ പെട്ടെന്നങ്ങ് കഴിയുമെങ്കിലും ഉണ്ടാക്കി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയല്ലേ. അപ്പം ഞാൻ ആദ്യം എല്ലാം അങ്ങ് പരത്തി വെച്ചിട്ട് പിന്നെയാണ് ചപ്പാത്തി ചുടാനായിട്ട് പോകുന്നത്. നമ്മുടെ ഗ്യാസും ഈ പരത്തുന്ന സൈഡും അത് രണ്ട് സൈഡിലായിട്ടാണല്ലോ ഈ കൗണ്ടർ ടോപ്പ്. അതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കും അമ്മയ്ക്കും കൂടെ ഒന്നിച്ച് അവിടെ നിന്ന് ജോലി ചെയ്യാനുള്ള സ്പേസും കുറവായതുകൊണ്ട് ഞാൻ ആദ്യം എല്ലാം അങ്ങ് പരത്തി വെക്കും. അപ്പോഴേക്കും കറിയായി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ചപ്പാത്തി അങ്ങ് ചുടാം. ഇവിടെ പിന്നെ പിള്ളേർക്ക് 3 പേർക്കും ചപ്പാത്തി നല്ല ഇഷ്ടമാണ്. പക്ഷേ സ്കൂളിലുള്ള ദിവസങ്ങളിൽ നമുക്കിതുണ്ടാക്കാൻ ഉള്ള സമയമൊന്നും കിട്ടാറില്ലാത്തത് കൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ ആണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മസാല തീർന്നിരിക്കുകയായിരുന്നേ. കടലക്കറി ഉണ്ടാക്കണമെങ്കിലും കുറച്ച് മസാലപ്പൊടി വേണമല്ലോ. അപ്പോൾ അമ്മ അത് മസാല പൊടിക്കാനുള്ള കൂട്ടെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഗരം മസാലപ്പൊടി തന്നെയാണ് എല്ലാ കറിക്കും ഉപയോഗിക്കുന്നത്. മോൾ ആ സമയം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൾ പല്ല് തേക്കാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അമ്മയാണെങ്കിൽ ആ സമയം കുറച്ച് കറിവേപ്പിലയും കൂടെ മസാലയുടെ കൂടെ വറുത്ത് ചേർക്കാം എന്ന് പറഞ്ഞ് വറുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ മുറ്റത്തുണ്ടാകുന്ന കറിവേപ്പിലയാണ്. കടല വെക്കാൻ വേണ്ടി കടുക് പൊട്ടിച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും നന്നായിട്ട് മൂപ്പിച്ച് കടല ഒഴിക്കുകയേ ചെയ്യാറുള്ളൂ കേട്ടോ. കടല അങ്ങനെ അരച്ച് ചേർക്കാറുമില്ല, തേങ്ങയെ അരയ്ക്കാറില്ല. അത് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ അധികം കൊഴുപ്പായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കൂടെ തന്നെ ചപ്പാത്തിയും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം തന്നെ സമയം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ വിശപ്പ് തുടങ്ങി. അപ്പം മോളെയൊക്കെ പല്ല് തേപ്പിച്ച് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയേ. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനെ ഇങ്ങോട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്ന് ഇത്രയും സമയം പോയതുകൊണ്ടും മക്കൾ വഴക്ക് തുടങ്ങിയതുകൊണ്ടും ഒക്കെ ഞാൻ വിളിച്ചപ്പം വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. ഞങ്ങൾ മാത്രമാണെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ വന്ന് അടുക്കളയിലൊക്കെ സഹായിക്കാറുണ്ട്. ഇപ്പം അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വലിയ മടിയാണ്. ഈ സമയം മസാല പൊടിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ചോറ് ഇപ്പോഴാണ് തിളപ്പിച്ച് വെക്കുന്നത്. ഈ സമയത്ത് ഞാൻ വന്നപ്പോൾ ഇനി ബാക്കി ഞാൻ ചെയ്യണോ നീ ചെയ്യുമോ എന്ന് ചോദിക്കുമായിരുന്നു കേട്ടോ. അത് മുഴുവൻ അവിടെ നിന്ന് ചുട്ടിട്ട് പോയാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കാണെങ്കിൽ പാത്രമൊക്കെ ഒന്ന് കഴുകാമല്ലോ. ചപ്പാത്തി ഉണ്ടാക്കിയതും പരത്തിയതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടക്കുമായിരുന്നു. അതൊക്കെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് വെച്ചു.
അമ്മ അവിടെ ഇരുന്ന് തച്ചിനിരുന്ന് ചക്കക്കുരു ചിരണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ നോക്കി ചിരിക്കുന്നത്. എന്ത് കറിക്കാണെന്നൊന്നും അറിയില്ല. അമ്മ പറയാണ് എന്തായാലും ഇരിക്കുകയല്ലേ, അതങ്ങ് ചിരണ്ടി വെച്ചേക്കാം, എന്തെങ്കിലും ഒരു കറി ആക്കാമല്ലോ എന്ന്. ഇതാണ് നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ എന്ത് കറി വയ്ക്കും, എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനാണ്. ഇന്നാണെങ്കിൽ നമുക്കങ്ങനെ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. ചിക്കനോ മീനോ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ സാധാരണ എന്തെങ്കിലും കറി വെക്കാം. അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കറിയും കൂടി എടുത്തു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചാലും പിള്ളേർക്ക് നല്ല വിശപ്പായതുകൊണ്ട് അവർക്കങ്ങ് കൊടുത്തു. ഇനിയിപ്പോൾ ചായ ഇട്ടിട്ട് വേണം ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ. എത്ര കെട്ടിവെച്ചാലും കെട്ടിവെച്ചതുപോലെ ഇരിക്കാത്തൊരു മുടിയാണ് കേട്ടോ അത്. ഞാൻ കെട്ടിവെച്ച് കൊടുക്കുന്ന അവൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. എന്നിട്ട് പിന്നെ അവൾ അത് അഴിച്ചിട്ട് അവൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ ആ ബാൻഡ് ഇട്ട് കെട്ടിവെക്കും. ഇനിയിപ്പം അമ്മയും കൂടെ അങ്ങ് കഴിക്കാൻ പോവാണേ. അങ്ങനെ അവസാനം ഉച്ചക്കത്തേക്കുള്ള കറി സാമ്പാറാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. ഇവിടെ മൂത്ത മോന് ഏറ്റവും ഇഷ്ടമുള്ള കറി സാമ്പാറാണ് കേട്ടോ. എന്ത് കറി വെച്ചാലും അവൻ സാമ്പാറില്ലേന്ന് ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ മോര് വേണം. അങ്ങനെ ഞങ്ങൾക്കുള്ള ചായ ഇടുകയാണ്. ഇനിയിപ്പോൾ കഴിക്കാൻ പോവാണ്. സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. പിന്നെ അവധി ദിവസത്തെ ഒരു കലാപരിപാടിയാണ് കേട്ടോ ഈ ഡ്രസ്സ് മാറ്റം. അവനെപ്പോഴും ജീൻസും ടീഷർട്ടും ഷൂവും ഇട്ട് ഇതുപോലൊരു കണ്ണട, വാച്ച് ഇതൊക്കെ കെട്ടി നടക്കുന്നതാണ് ഇഷ്ടം. ഗ്ലാസ് ഒന്നും ഇല്ലാത്തൊരു കണ്ണടയാണ് കേട്ടോ. സ്റ്റൈലായിട്ടുണ്ടെന്ന് ഞാൻ പറയായിരുന്നു. ഇനിയിപ്പോൾ സാമ്പാറിന് അങ്ങ് താളിക്കാൻ കടുക് പൊട്ടിച്ചിട്ട് കായപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇപ്പം തന്നെ നല്ല വെയിലായിട്ടുണ്ട്. ഇപ്പം ഭയങ്കര ചൂടാണല്ലോ പുറത്ത്. ഇനിയാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത്. കാരണം ഞാൻ കഴിക്കാനായിട്ട് എടുത്തു വെച്ചപ്പോഴാണ് അമ്മ അവിടെ സാമ്പാറിന് ചേർക്കാൻ തുടങ്ങിയത്. പിന്നെ അതൊന്ന് വീഡിയോ എടുത്തിട്ട് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് താമസിച്ചത്. കുറച്ച് സമയം അങ്ങനെ കഴിച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ആ സമയം അടുത്ത ആളിതാ ഒരുങ്ങി വന്ന് നിൽപ്പുണ്ട്. കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന് റെഡി ആയിട്ട് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ കറിയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് പകർന്നിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിടാം. കഴിഞ്ഞ ദിവസം ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചുള എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് അതൊന്ന് തോരൻ പോലെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടെ വെക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കറികളാണ്. ഇനി പപ്പടമുണ്ട്, അച്ചാറുണ്ട്, അങ്ങനെയൊക്കെ. ഇവിടെ പിള്ളേർക്കാണെങ്കിലും അങ്ങനെ ചിക്കനോ മീനോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ പിന്നെ സന്തോഷം. പിന്നെ സാമ്പാറോ മോരോ തൈരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. പപ്പടവും ഇഷ്ടമാണ്. ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോകട്ടെ. വെണ്ടയ്ക്കയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ട് തുറന്ന് വെച്ചിട്ട് ഇളക്കിയാണ് കേട്ടോ മെഴുക്ക് വരട്ടിയാക്കി എടുക്കുന്നത്. അതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറിക്കിട്ടാൻ. വെണ്ടയ്ക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചക്ക അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഞാനിടയ്ക്ക് ഫോൺ കോൾ വന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ അതെല്ലാം കൂടെ ഗ്യാസിലാക്കി വെച്ചു. ഇതിൻ്റെ കൂട്ട് എന്തൊക്കെയാണെന്ന് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെയാണുള്ളത് കേട്ടോ. തൂക്കൽ, തുടയ്ക്കൽ, തുണി കഴുകാൻ അങ്ങനെയൊക്കെ. ഇന്ന് പിന്നെ ഞാൻ തുടയ്ക്കുന്നില്ല. ഒരു മടി പിടിച്ച ദിവസമാണല്ലോ. പിന്നെ ഞായറാഴ്ച ഞാൻ അങ്ങനെ തുടയ്ക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഇവർ കണ്ടില്ലേ കയറി ഇറങ്ങി ഇവിടെ എല്ലാം നാശമാക്കും. മണ്ണായതുകൊണ്ട് അത് ചവിട്ടി കയറ്റും. പിന്നെ ഇതാ മുറ്റത്ത് നിൽക്കുന്ന മാവാണ്. ഇതിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കുന്ന 2 മാങ്ങയാണത്. ഇതിൻ്റെ താഴെ വരെ ഇങ്ങ് പൂവിട്ടിട്ടുണ്ട്. മോൾ എപ്പോഴും പറയാം അതൊന്ന് പൊട്ടിച്ച് തരുമോ എന്ന്. ഇതാണ് കേട്ടോ ചക്കത്തോരൻ്റെ അവസ്ഥ. അത് നല്ല വിളഞ്ഞ ചക്കയായതുകൊണ്ട് കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ക്ലീനിങ്ങോ അങ്ങനത്തെ ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ്. മക്കൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമല്ലോ. ഇന്ന് വീട്ടിലിരിക്കുന്ന ദിവസം എന്തായാലും എന്താ കഴിക്കാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ റവ വെച്ചിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു മുട്ടയാണ് അതിനെടുത്തിരിക്കുന്നത്. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് റവയും ഒരു നുള്ളു ഉപ്പും പിന്നെ ബദാം പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. തേങ്ങയ്ക്ക് പകരം തേങ്ങയും ഉപയോഗിക്കാം. പിന്നെ ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു ഉരുളുന്ന പരുവമാകണം. നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ശർക്കര പാനി കൊണ്ട് തന്നെയാണ് അത് നനച്ചെടുക്കുന്നത്. പിള്ളേരുള്ള ദിവസം എന്ത് വീഡിയോ എടുത്താലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കാണും. ഈ സമയത്ത് മക്കൾ 2 പേരും കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുട്ബോളാണ് എടുത്ത് കളിക്കാൻ ഇറങ്ങുന്നത്. 2 പേർക്കും എടുക്കാൻ പോലും പറ്റില്ലെങ്കിലും അത് വെച്ച് തട്ടി കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം.
ഓക്കെ ഏഴ് നീ ജയിച്ചു 8 അയ്യോ 8 ഇനി രണ്ടെണ്ണമേ ഉള്ളൂ ഇത് രണ്ടെണ്ണം കഴിയും ഞാൻ തോറ്റു ചേട്ടനെ കണ്ടു പഠിച്ചതാ അയ്യോ അറിയണം കേട്ടോ പത്തില്ല 11 വരെ ഉള്ളൂ 12 ഇതാണിപ്പോൾ എൻ്റെ ഫോണും താഴെ പോയേനെ എല്ലാം പൊട്ടിയേനെ എന്നിട്ടും അവൻ നിന്ന് കളിക്കുന്നുണ്ടോ അവർക്കതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ലല്ലോ ഞാൻ വിചാരിച്ചത് ആ ബോൾ കൊണ്ട് ഫോണെല്ലാം താഴെ പോയെന്നാ ഇനി നമുക്ക് വേഗം ബിസ്ക്കറ്റ് ഉണ്ടാക്കാവേ അപ്പോൾ ഏകദേശം ഉരുളുന്ന ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് ഇപ്പം റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് 10 മിനിറ്റ് ആയല്ലോ ഇനിയിപ്പോൾ പരത്തി വേണമെങ്കിൽ ഇടാം ഞാൻ ഉരുട്ടിയാണ് ഇടുന്നത് ഇനി എങ്ങാനും പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ച് വളരെ കുറച്ച് എണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എണ്ണ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു പോരായ്മയുണ്ട് എങ്കിലും സോഡാപ്പൊടിയൊന്നും ഉപയോഗിക്കാതെ മുട്ട ഉപയോഗിച്ചിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇത് വേണമെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തും വിടാൻ പറ്റും അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ചൂടൊന്നും നോക്കാതെ എല്ലാവരും വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുക്കണേ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ തന്നെ ഞങ്ങളും ചായയൊക്കെ ഇട്ട് വൈകുന്നേരം സ്നാക്സൊക്കെ കഴിക്കുകയാണ് ഇന്ന് ഇത്രയേ ഉള്ളൂ വ്ളോഗ് ഇനിയിപ്പം രാത്രിയിലൊരു റിസപ്ഷൻ ഉണ്ട് നമുക്ക് വീടിൻ്റെ അടുത്ത് അതിന് പോകാൻ വേണ്ടി മക്കളെയൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ താങ്ക്